ഹലോ ഫ്രണ്ട്സ്, മദേഴ്സ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു 4 മണി പലഹാരമാണ്. ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. പിന്നെ അരക്കപ്പ് തേങ്ങ, ഒരു മീഡിയം സൈസ് സവോള, 1 ടീസ്പൂൺ ജീരകം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഉപ്പ് ആവശ്യത്തിന്, 1.5 ടീസ്പൂൺ ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം. ഇനി നമുക്ക് ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെ പൊടി തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് പൊടിയുണ്ടോ അത് ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടി ആയിരിക്കണമെന്ന് മാത്രം. ഓക്കെ, ഞാനിപ്പോൾ ഈ ബൗളിലോട്ട് ഇടിയപ്പത്തിൻ്റെ മാവും ഉപ്പും ജീരകവും പച്ചമുളകും ഇഞ്ചിയും പിന്നെ സവോളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടേസ്റ്റ് ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സവോളയും ഇതിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി സവോള വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിത് കുഴച്ചെടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ്. തിളച്ച വെള്ളം തന്നെ വേണമെന്നില്ല, നന്നായിട്ടൊന്ന് ചൂടായ വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ കുറേശ്ശെ നമ്മൾ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. നമ്മളിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറേശ്ശെ മാത്രം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ നോക്കണം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് ബോൾ പോലെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ടത് കയ്യിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് എണ്ണയിൽ വറുത്ത് പോരാം. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായതും ഇതിൽ ഓരോരോ വടയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് വറുത്തെടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചിരിക്കണം. തീ നമ്മൾ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വടയുടെ ഉള്ളിൽ ശരിക്കും വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഞാൻ വടയൊക്കെ എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിത് വറുത്ത് പോരാം. ഇനി ഇതൊരു ഗോൾഡൻ കളറാവുന്നത് വരെ ഇതുപോലെ തിരിച്ചു മറിച്ച് വിട്ട് കൊടുക്കാം. വട ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നോരോന്നായി കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള അരിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.